നമസ്കാരം. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചുങ്ക ജ്വല്ലറി ലേഡീസ് അവറിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് മഹാശിവരാത്രിയാണ്. അതുകൊണ്ട് തന്നെ ശിവഭക്തർക്ക് ശിവഭക്തിയുടെ പുണ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസം മുഴുവൻ നിരാഹാരം, ഒരു ഭക്ഷണം വർജിച്ച് ഉറക്കവും വർജിച്ച് നിന്നാൽ എല്ലാ പുണ്യങ്ങളും എല്ലാ പാപങ്ങളും മാറി പുണ്യം വർഷിക്കും എന്നുള്ളതാണ് ഇതിന്റെ മഹാശിവരാത്രിയുടെ ഐതിഹ്യം എന്ന് പറയുന്നത്. അതെ, ഇപ്പൊ എന്തായാലും അനു പറഞ്ഞതുപോലെ മഹാശിവരാത്രിയാണ്. ഹൈന്ദവ വിശ്വാസികൾക്ക് ഒരുപാട് പ്രാധാന്യമുള്ള ദിനം തന്നെയാണ് മഹാശിവരാത്രി എന്നറിയപ്പെടുന്നത്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇന്ന് എടുക്കുന്ന വ്രതം എന്ന് പറയുന്നത് എല്ലാ പാപങ്ങളെയും മാറ്റി അത്തരം പാപങ്ങളെല്ലാം മാറി പുണ്യത്തിലേക്ക് നടന്നെടുക്കാനുള്ള ഒരു ദിവസമായിട്ടാണ് ശിവരാത്രിയെ നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു മഹാശിവരാത്രി ശരിക്കും പറഞ്ഞാൽ സുമംഗലികൾ ഭർത്താക്കന്മാരുടെ ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടിയും എടുക്കാൻ ആയിട്ടുള്ള മറ്റൊരു ഐതിഹ്യമുണ്ട്. എല്ലാവർക്കും അറിയാലോ, കാളകൂട വിഷം. പാലാഴി മഥനത്തിന്റെ സമയത്തിൽ നിന്നും വാസുകി ആ സർപ്പത്തിന്റെ വായിൽ നിന്നും വന്ന കാളകൂട വിഷം ഭൂമിയിലേക്ക് പതിച്ചാൽ അത് സാരമായ കേടുപാടുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് വെച്ചിട്ട് മഹാദേവൻ ആ കാളകൂട വിഷത്തിനെ സ്വന്തം തൊണ്ടയിലേക്ക് ഇറക്കുകയും അപ്പോൾ സ്വയം സേവിക്കുകയും ഇന്നത്തെ ദിവസം വ്രതമെടുക്കുന്നത് സുമംഗലികൾ വ്രതമെടുക്കുന്നത് അവരുടെ ഭർത്താക്കന്മാരുടെ ആയുസ്സിനും ആരോഗ്യത്തിനും ശ്രേഷ്ഠമാണ് എന്നുള്ളതിനും മറ്റൊരു ഐതിഹ്യ കഥ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലെ. പാലാഴി മധുരത്തിൻ്റെ ഇടയിൽ ആ സർപ്പത്തിൻ്റെ വായിൽ നിന്നും വന്ന കടയാൻ ഉപയോഗിച്ച സർപ്പത്തിൻ്റെ വായിൽ നിന്നും വന്ന ആ കാളകൂട വിഷം അത് ഭൂമിയിൽ പതിച്ചാൽ ഒത്തിരി ദുരന്തങ്ങൾ സംഭവിക്കും എന്നുള്ളത് കൊണ്ട് അദ്ദേഹം തന്നെ അത് സേവിച്ച ആ ഒരു ഐതിഹ്യ കഥയാണ് ഇതിന്റെ പുറകിലുള്ളത്. അപ്പോൾ അന്ന് നീലകണ്ഠനായി പരമശിവന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ച് പാർവതി ദേവി പരമശിവന്റെ അരികിൽ തന്നെ ഇരുന്ന് ഉറക്കം വിളിച്ചിരുന്ന് പരമശിവൻ തിരിച്ചു വരാനായി പ്രാർത്ഥിച്ച ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ സുമംഗലികൾ എല്ലാവരും എടുക്കുന്നത് അവരുടെ ഭർത്താക്കന്മാർക്ക് നല്ലതാണ് എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ഇതിന്റെ മറ്റൊരു കഥയും കൂടെയുണ്ട്. അതിനു മുൻപ് ആദ്യ സെഗ്മെന്റിന് ശേഷം നമസ്കാരം. ചേഞ്ച് യുവർ ലൈഫ് സെഗ്മെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അതിഥിയായി കിട്ടിയിരിക്കുന്നത് ഒരു അധ്യാപികയാണ്. അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സീന വിനോദ്. ടീച്ചർ ഒരു JCI ഇന്ത്യയുടെ ലൈഫ് സ്കിൽ ട്രെയിനറാണ്, ഒപ്പം സൈക്കോളജിക്കൽ കൗൺസിലറാണ്. ടീച്ചർ നമസ്കാരം. നമസ്കാരം. ഇന്ന് ഏത് വിഷയമാണ് ടീച്ചർ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഒരു നല്ല രക്ഷിതാവാകാം എന്നതിനെക്കുറിച്ചാണ്. തികച്ചും കാലിക പ്രസക്തിയുള്ള ഒരു വിഷയം തന്നെയാണത്. എന്തൊക്കെയാണ് ടീച്ചർ ഞങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ, ഇതൊരു കടൽ പോലെയുള്ള വിഷയമാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്കിലും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാം. ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് നല്ല കുടുംബ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. തീർച്ചയായും നല്ല കുടുംബത്തിൽ വളരുന്ന ഒരു കുട്ടിയാണ്, അവന് നല്ല സാമൂഹിക ബോധം ഉണ്ടാവും. അവൻ നല്ല സാമൂഹികമായി നല്ല സോഷ്യൽ സ്കില്ലുള്ള കുട്ടിയായി അവൻ വളർന്നു വരും. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് പ്രേക്ഷകർക്ക് എളുപ്പം കാര്യങ്ങൾ ക്ലിയർ ആകുമായിരുന്നു. അതായത് ഒരു കുടുംബത്തിൽ അച്ഛനും അമ്മയും എങ്ങനെയാണ് പെരുമാറുന്നത്, സഹോദരങ്ങൾ എങ്ങനെയാണ് പരസ്പരം സഹകരിക്കുന്നത്, സ്നേഹത്തോടെ എങ്ങനെയാണ് അവർ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഒരു വ്യക്തിയുടെ ഒരു ഭാവിയിൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തുന്ന ഘടകങ്ങൾ. ഒരു വീട് എന്ന് പറഞ്ഞാൽ കുട്ടിയെ സംബന്ധിച്ച് അവൻ്റെ ആദ്യ സമൂഹമാണ്. ആ സമൂഹത്തിൽ നിന്ന് നല്ല പോസിറ്റീവ് സ്ട്രോക്സ് കിട്ടിയ കുട്ടിയാണ് ഭാവിയിൽ നല്ല പോസിറ്റീവായിട്ടുള്ള സമൂഹത്തിന് ഉതകുന്ന അങ്ങനെയുള്ള ഒരു വ്യക്തിയായി വളർന്നു വരിക. പലപ്പോഴും കേൾക്കാറുണ്ട്, ഞാൻ പറയാറില്ല അച്ഛനോട്, അച്ഛനത് കേൾക്കില്ല. അങ്ങനെയുള്ള പരാമർശങ്ങൾ കുട്ടികളുടെ ഇടയിൽ നിന്നും ധാരാളമായി, പ്രത്യേകിച്ച് ടീച്ചർ ആയതുകൊണ്ട് തന്നെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇതിനൊരു പ്രതിവിധിയായി എന്താണ് ചെയ്യേണ്ടത്? പറഞ്ഞത് ശരിയാണ്. കാരണം ഏറ്റവും കൂടുതൽ ഇന്ന് രക്ഷിതാക്കൾക്ക് തിരക്കാണ് അല്ലേ? വളരെ തിരക്കേറിയ ബിസി ആയിട്ടുള്ള വർക്കിംഗ് ആയിട്ടുള്ള പാരൻസ് ആണ് ഇന്ന് നമുക്ക് ചുറ്റും കാണുന്നത്. അവർക്ക് കുട്ടികൾ പറയുന്നത് കേൾക്കാൻ സമയമില്ല. കുട്ടികൾ തീർച്ചയായും അവനവൻ്റെ വീടിനകത്ത് വളരെ ഏകാന്തതയിലൊക്കെ ഒതുങ്ങിക്കൂടുന്ന കാലഘട്ടമാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. തീർച്ചയായും എല്ലാവരും വർക്കൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലും എന്താണോ തൻ്റെ മകന് തൻ്റെ മകൾക്ക് തന്നോട് പറയുവാനുള്ളത് അത് കേൾക്കാനുള്ള സന്നദ്ധത, ഒരു മനസ്സ് തീർച്ചയായും ഒരു നല്ല രക്ഷിതാവിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ല ഗുണമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കുടുംബ ബന്ധങ്ങളിൽ ധാരാളം മാറ്റം വന്നിട്ടുണ്ട് അല്ലേ?
ന്യൂക്ലിയർ ഫാമിലി, ജോയിൻറ്റ് ഫാമിലി, എന്താണ് അത് കുട്ടികളെ എങ്ങനെ ബാധിക്കുന്നു? അതെ, പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത് കൂട്ടുകുടുംബങ്ങളാണ്. കൂട്ടുകുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് മുത്തശ്ശിമാരുണ്ടായിരുന്നു, മുത്തശ്ശന്മാരുണ്ടായിരുന്നു, അമ്മാമന്മാര്, കുറേ കസിൻസ്, ഇവരൊക്കെ ഓടിച്ചാടി കളിച്ച് വളരെ എല്ലാവരും കൂടി ഒന്നിച്ച് ഒത്തൊരുമയോടെ പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ കാലത്തുണ്ടായിരുന്നത്. അത് തീർച്ചയായും ഒരു വ്യക്തിയുടെ, ആ കുടുംബത്തിൽ വളരുന്ന കുട്ടിയുടെ ഭാവി ജീവിതത്തിലെ സ്വഭാവ രൂപീകരണത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇന്നും ഏതൊരു രക്ഷിതാവും വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ന് കുടുംബ വീടുകളിലേക്ക് സന്ദർശിക്കാം, ഒഴിവ് ദിനങ്ങളിൽ. അതുപോലെ തന്നെ കുട്ടിയുടെ കൂടെ കുറേ സമയം ചെലവഴിക്കാം. സ്വന്തം അച്ഛനെയും അമ്മയെയും എങ്ങനെയാണോ ഒരു രക്ഷിതാവ് നോക്കുന്നത്, പരിപാലിക്കുന്നത്, അത് കണ്ടാവണം നമ്മുടെ പുതുതലമുറ വളരേണ്ടത്. കുടുംബ ബന്ധങ്ങളെ പറ്റി ഇപ്പോൾ ടീച്ചർ വിശദീകരിച്ച് പറഞ്ഞല്ലോ. മറ്റെന്തൊക്കെ കാര്യങ്ങൾ കൂടിയാണ് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? മാതാപിതാക്കൾ പ്രത്യേകിച്ചും വളരുന്ന പ്രായത്തിൽ നമ്മുടെ വീട്ടിൽ അതിഥികൾ വന്നാലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചോ സ്വന്തം മക്കളെ കുറ്റപ്പെടുത്താതിരിക്കണം. അവരെ നിറഞ്ഞ് സ്നേഹിക്കുക. ചെറിയ ചെറിയ സന്ദർഭങ്ങൾ വരുമ്പോൾ അവരെ എപ്രീഷിയേറ്റ് ചെയ്യാൻ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. കാരണം ആ ഒരു അംഗീകാരവും സ്നേഹവും കരുതലും ലാളനയും ഒക്കെ കിട്ടി വളരുന്ന ഒരു കുടുംബത്തിലെ കുട്ടി തീർച്ചയായും സമൂഹത്തിന് നല്ല കുട്ടിയായി അവൻ വളർന്നു വരും. കൗമാരപ്രായക്കാരുടെ ഇടയിൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതായി നാം അറിയുന്നു. എന്താണ് ഇതിനൊരു പ്രതിവിധി? എന്തുകൊണ്ടാണ് അത് അങ്ങനെ ഉണ്ടാവുന്നത്? കൗമാരക്കാരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ തന്നെ ഇപ്പം പറഞ്ഞതുപോലെ കൗമാരക്കാർക്ക് ഏറ്റവും വേണ്ടത് അംഗീകാരമാണ്. കാരണം ആ ഒരു റെക്കഗ്നീഷൻ, അവരുടെ ജീവിതം എന്ന് പറയുന്നത് അവർ ഒരു കുട്ടി എന്ന് പറയുന്ന ഒരു രീതിയിൽ നിന്ന് ഒരു മുതിർന്ന അഡൾട്ട്ഹുഡിലേക്ക്, ഒരു ചൈൽഡിൽ നിന്ന് അഡൾട്ട്ഹുഡിലേക്ക് മാറുന്ന ഒരു ട്രാൻസിഷൻ പീരീഡാണ് ഈ കൗമാരപ്രായം. ആ പ്രായത്തിലാണ്, അതോടൊപ്പം തന്നെ അവരുടെ ശാരീരിക വളർച്ചയിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് അവരുടെ നേരിൽ നോക്കി കാണുവാൻ സാധിക്കും. പക്ഷേ അവരിൽ അതേ സമയത്ത് തന്നെ അവരുടെ ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, അവരുടെ മെൻ്റൽ ഡെവലപ്മെൻറ്റ് കാണുവാൻ പലപ്പോഴും പല രക്ഷിതാക്കളും മറന്നു പോകാറുണ്ട്. ആ ഒരു പീരീഡിൽ അവർക്കുണ്ടാകുന്ന സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ അവരെ പരിശീലിപ്പിക്കുന്നിടത്താണ് ഒരു രക്ഷിതാവിൻ്റെ വിജയം. ഞാനുണ്ട് നിൻ്റെ കൂടെ എന്ന ആ ഒരു തോന്നൽ ഓരോ കുട്ടിയും, നിനക്ക് ഞാനുണ്ട്, നിന്നെ ഞാൻ അംഗീകരിക്കും, നിന്നെ നമ്മുടെ ഫാമിലിയിൽ അവരോട് തുറന്ന് അഭിപ്രായങ്ങൾ ചോദിക്കുക, അവരെ നമ്മുടെ കൂടെ നിർത്തുവാൻ സാധിക്കുമ്പോഴാണ് അവരുടെ പിയർ ഗ്രൂപ്പിനെ, തീർച്ചയായും നമ്മളൊക്കെ ഒന്ന് അല്പം പിന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊക്കെ മനസ്സിലാവും. കാരണം നമ്മളൊക്കെ ചെറിയ ആ പ്രായത്തിലൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടം കൂട്ടുകാരിയായിരുന്നു. കാരണം അവരുടെ ആ ഒരു മാനസികാവസ്ഥ അതാണ്. അവർക്ക് കുടുംബത്തിനേക്കാളും അവർക്ക് കൂട്ടുകാരെ, കാരണം എന്തുകൊണ്ടാണ് അവർ കൂട്ടുകാരെ തേടി പോകുന്നത്? കാരണം കൂട്ടുകാരിൽ നിന്നാണ് അവർക്ക് ഒരുപാട് ഷെയറിങ്ങും കെയറിങ്ങും ഒരുപാട് റെക്കഗ്നീഷനും ഒക്കെ കിട്ടുന്നത്. ആ ഒരു റെക്കഗ്നീഷനും കരുതലും നമുക്ക് വീട്ടിൽ കൊടുക്കാൻ സാധിച്ചാൽ, അവരുടെ ഒരു ഫ്രണ്ടായി മാറുവാൻ നമുക്ക് സാധിച്ചാൽ, രക്ഷിതാവിന് സാധിച്ചാൽ, തീർച്ചയായും ആ അഡോളസൻസിൽ ഉണ്ടാകുന്ന ട്രാൻസിഷൻ പീരീഡിൽ ഉണ്ടാകുന്ന ഒരുപാട് സ്ട്രെസ്സിനെയും ആ ഒരു ബിഹേവിയറൽ ഇഷ്യൂസിനെയും മാനേജ് ചെയ്യാൻ ആർക്കും സാധിക്കും. കൗമാരക്കാരെ മാനേജ് ചെയ്യുന്നതിൽ കൂടുതലായി എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ മാഡത്തിന്? കൗമാരക്കാർക്ക് തീർച്ചയായും ഒരു റോൾ മോഡലായി ഒരു പാരൻറ്റിന് മാറാൻ സാധിച്ചാൽ അത് വളരെ നല്ലതാകും. കാരണം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മുടെ മക്കൾ എങ്ങനെ നമ്മളോട് പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ നമുക്ക് നമ്മുടെ മക്കളോട് പെരുമാറുവാൻ സാധിക്കണം. അതായത് ഒരു കുട്ടിയിൽ നല്ല റീഡിംഗ് ഹാബിറ്റ് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു രക്ഷിതാവ് നല്ല വായനാശീലമുള്ള ആളായിരിക്കണം. അപ്പോഴാണ് അത് കണ്ടുപഠിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നാം എങ്ങനെയാണ്, അതായത് രക്ഷിതാക്കൾ എങ്ങനെയാണ് ഒരു പ്രശ്നം വരുമ്പോൾ ഒരു പ്രോബ്ലം സോൾവിങ് എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്, അവരുടെ ആ ഒരു ഇമോഷൻസ് എങ്ങനെയാണ്, അവർ എങ്ങനെയാണ് ആങ്കർ മാനേജ്മെന്റ്, ഇതൊക്കെ കണ്ടാണ് കുട്ടികൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടാണ് ഞങ്ങളെ കണ്ടാണ് അവർ വളരുന്നത്. അത് ഓരോ രക്ഷിതാവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെയുള്ളത് ഓരോ
കുട്ടിയിലും ഇന്ന് അമിത പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന രക്ഷിതാക്കളാണ് നമുക്ക് ചുറ്റും. കാരണം ഒരു കുട്ടിയിൽ തീർച്ചയായും വി ഓൾ ആർ ഹ്യൂമൻ ബീങ്സ്, നമുക്കൊക്കെ സ്ട്രെങ്ത്തും ഉണ്ട്, നമുക്കൊക്കെ വീക്ക്നെസ്സും ഉണ്ട്. പക്ഷേ നമ്മുടെ വീക്ക്നെസ്സിനെ കാണുന്നതിലുപരി നമ്മുടെ സ്ട്രെങ്ത്തിനെ തിരിച്ചറിഞ്ഞ് അതിനെ വീണ്ടും സ്ട്രോങ് ആക്കാനുള്ള വഴികളാണ് നമ്മൾ ആലോചിക്കേണ്ടത്. തീർച്ചയായും ഓരോ രക്ഷിതാവും അവനവൻ്റെ മക്കൾക്ക് എന്തൊക്കെ സ്ട്രെങ്ത്സ് ഉണ്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യുക, അറിഞ്ഞിരിക്കണം. തീർച്ചയായും ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനെ വീണ്ടും എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യാം, അതിനുള്ള എല്ലാ ഉപാധികളും ഓരോ രക്ഷിതാവും തീർച്ചയായും അത് പ്രയോഗത്തിൽ കൊണ്ടുവന്നിരിക്കണം. ഓക്കെ. ഈ ആധുനിക കാലഘട്ടത്തിൽ മിക്ക കുട്ടികളും മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ തുടങ്ങിയ മീഡിയാസിൻ്റെ കരവലയങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഇതിനെതിരെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിനെതിരെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണല്ലോ? ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. കുറച്ചു കാലങ്ങൾക്ക് മുൻപ് ഞാനൊരു വലിയ തുണിക്കടയിൽ കണ്ണൂരിൽ പോയ സമയത്ത് അവിടെ ഒരു ചെറിയ കുട്ടിയാണ്, അവരൊരു കല്യാണത്തിൻ്റെയോ മറ്റോ ഷോപ്പിംഗ് ആയിരുന്നു തോന്നുന്നു. ആ ഷോപ്പിങ്ങിനിടയിൽ ഞാൻ അവിടെ തറയിൽ നിലത്തിരുന്ന് ഒരു കുഞ്ഞി കുട്ടി ഈ ഒരു മൊബൈൽ എടുത്ത് അതിലിങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ അതിങ്ങനെ അവരെ കാണുന്നുണ്ട്. അവസാനം ആ രക്ഷിതാവിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ കുട്ടിയെ കയ്യിലെടുത്ത് വെച്ച് എന്തുകൊണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ, സാധനങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ആ കുട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ കൂടെ നിർത്തി ആ കുട്ടിയെയും ഇതിൻ്റെ ഭാഗമാക്കുകയാണ് വേണ്ടത്. നമുക്ക് തിരക്ക് വരുമ്പോൾ നമ്മളാണ് കണ്ടീഷനിങ് എന്ന് പറയും, അതിൽ നമ്മളാണ് കുട്ടികളെ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും അവരെ അനുസരണക്കേട് കാണിക്കുമ്പോൾ നമുക്ക് ഒരു കോൺസെൻട്രേഷൻ വേണ്ട, നമുക്കൊരു കോൺസെൻട്രേഷനോട് കൂടി ഇരിക്കേണ്ട ഒരു സമയം വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ ഫോൺ എടുത്ത് കുട്ടിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു രീതിയിൽ കുട്ടി കണ്ടീഷൻഡായി വരികയാണ്. അതൊരു വലിയ പ്രശ്നമാണ്. പിന്നെ മുൻകാലങ്ങളിലാണെങ്കിൽ രക്ഷിതാക്കൾ അവരെ വീടൊക്കെ കുറച്ച് നേരത്തെ ഉറങ്ങാൻ പോകും. പക്ഷേ ഇന്ന് വർക്കിംഗ് അവേഴ്സൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് മിക്കവാറും ഒരു അർദ്ധരാത്രിയോടൊക്കെ അടുക്കുമ്പോഴാണ് മിക്ക രക്ഷിതാക്കളും വീട്ടിൽ എത്തുന്നതല്ല, അവർ ഉറങ്ങാൻ പോകുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് കുട്ടിയും അത്രയും സമയം രക്ഷിതാവിനെയും കാത്ത് ഉറങ്ങാതിരിക്കുകയാണ്. നല്ല ഉറക്കം നിർബന്ധമായും ചെറുപ്രായം തൊട്ട് കുട്ടികളിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. കാരണം ഉറങ്ങുമ്പോഴാണ് തീർച്ചയായും നമുക്ക് ബോഡി മൈൻഡ് റെസ്റ്റ് കിട്ടുന്നതും കുട്ടിയുടെ എല്ലാ ഡെവലപ്മെൻറ്റും നടക്കുന്നതും. ഈ കുട്ടി പിന്നെ മറ്റൊരു മൊബൈൽ ഫോണിൻ്റെ സൈഡ് ഇഫക്റ്റായിട്ട് പറയുന്നത് മിക്കവാറും രാത്രി സമയത്ത്, അത് കുട്ടികൾ മാത്രമല്ല, രക്ഷിതാക്കളല്ല, നമ്മൾ ആരായാലും എല്ലാവരും രാത്രി സമയത്ത് ഒരുപാട് സമയം മൊബൈൽ നോക്കി വീണ്ടുമാണ് ഉറങ്ങാൻ പോകുന്നതെങ്കിൽ നമ്മൾ ഉറങ്ങാൻ സഹായിക്കുന്ന ഒരു കെമിക്കലൊക്കെ നമ്മുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറയും. ശക്തിയേറിയ വെളിച്ചാണ് നമ്മുടെ കണ്ണിൽ അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി സമയങ്ങളിൽ തീർച്ചയായും രക്ഷിതാക്കളും കുട്ടികളും ആരായാലും ശരി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണം വെക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. പിന്നെ കുട്ടികൾ ഇങ്ങനെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ അവരിൽ ചെറിയ പ്രായത്തിൽ അവർക്ക് ഉണ്ടാകേണ്ട സൈക്കോ മോട്ടോർ ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. അത് സാധാരണ കുട്ടികൾ കളിക്കുമ്പോഴാണ് ആ ഒരു സൈക്കോ മോട്ടോർ ഡെവലപ്മെൻറ്റ് അവരിൽ ഉണ്ടാകുന്നത്. ആ ഒരു ഡെവലപ്മെൻറ്റിന് പകരം അത് സ്റ്റൻഡേർഡ് ആവുകയാണ് മൊബൈൽ ഫോണിൽ കളിക്കുമ്പോൾ. ഈ ഒരു സൈക്കോ മോട്ടോർ ഡെവലപ്മെൻറ്റാണ് ഭാവിയിൽ കുട്ടി വലിയ ഡോക്ടറാകണമെന്നും വലിയ എഞ്ചിനീയർ വലിയ പോസ്റ്റുകളിലൊക്കെ ഇരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ആ ഒരു ഘട്ടത്തിലേക്ക് പോവേണ്ട കുട്ടിയിൽ ഉണ്ടാകേണ്ട സൈക്കോ മോട്ടോർ ഡെവലപ്മെൻറ്റ് സയൻസ് പഠനത്തിനൊക്കെ വേണ്ട ആ ഒരു ഡെവലപ്മെൻറ്റ് നടക്കില്ല. ആ ഡെവലപ്മെൻറ്റ് നടന്നാൽ മാത്രമേ കുട്ടിക്ക് ഭാവിയിൽ ഈ പറഞ്ഞ പോലെ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എംപതി ആൻഡ് സിംപതി? യെസ്, എംപതി ഒരു കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ തീർച്ചയായും ഈ മൊബൈൽ ഫോണിന് അഡിക്റ്റഡ് ആയ കുട്ടിയിൽ ഈ ഒരു എംപതി ഫീലിംഗ് ഉണ്ടാവില്ല. ചിലപ്പോൾ അവൻ്റെ അമ്മ തന്നെ അവിടെ വീണ് കിടക്കുകയാണെങ്കിൽ കുട്ടി മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുട്ടി കണ്ടിന്യൂസ് ആയി അതിൽ കളിച്ചു പോകും. കാരണം അമ്മയാണ് വീഴുന്നത്, അമ്മയെ താങ്ങി നിർത്തേണ്ടത് ഞാനാണ് എന്നുള്ള ആ ഒരു ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, ആ ഒരു എംപതി ഫോർമേഷൻ തീർച്ചയായും മൊബൈൽ അഡിക്റ്റഡ് ആയ കുട്ടിയിൽ ഉണ്ടാകണമെന്നില്ല. ഇതുപോലെ തന്നെ സോഷ്യൽ ആൻഡ് ഇൻട്രാക്റ്റീവ് സ്കിൽസ് കുട്ടിയിൽ ഉണ്ടാകേണ്ടത് ഇപ്പം എല്ലാവരും ഇതുപോലെ സൊസൈറ്റിയിൽ ഇറങ്ങി അല്ലെങ്കിൽ ബന്ധുക്കളുടെ അടുത്ത് പോയി വീട്ടിൽ കൂട്ടുകാരുമായി കളിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലാണ് കുട്ടിയിൽ ഈ പറഞ്ഞ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ആകുന്നത്. കുട്ടി എങ്ങനെയാണ് കുട്ടിയിൽ സോഷ്യൽ സ്കില്ല് ഒരേ മൊബൈലിൽ ആകുമ്പോൾ വരുന്നത്? ആ ഒരു ഇൻട്രാക്റ്റീവ് കമ്മ്യൂണിക്കേറ്റീവ്
കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ്, ഇതൊക്കെ ഇന്നത്തെ സമൂഹത്തിൽ, കാരണം ഫാസ്റ്റ് ഗോയിങ് ആണ് ഇന്ന് ലൈഫ്, അങ്ങനെയാണ്. ഈ ലൈഫിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഈ പറഞ്ഞ എല്ലാ ക്വാളിറ്റീസും നമ്മുടെ മക്കൾക്ക് ഉണ്ടാവണം, എല്ലാ ഡെവലപ്മെൻറ്റ്സും നമ്മുടെ മക്കൾക്ക് ഉണ്ടാവണം. ഈ ഒരു ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവണമെങ്കിൽ എന്ന് വെച്ചാൽ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ടതല്ല. ഇന്ന് ഫലപ്രദമായി ഉപയോഗിക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ അറിവിൻ്റെ സ്രോതസ്സാണ്. പക്ഷേ എങ്ങനെ, ഏത് സമയങ്ങളിൽ, എപ്പോഴെല്ലാം, ഏത് ആവശ്യങ്ങൾക്കെല്ലാം ഈ മൊബൈൽ ഫോൺ തൊട്ട് ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയാസ് ഉപയോഗിക്കണമെന്ന് കുട്ടിയെ പരിശീലിപ്പിക്കുന്നിടത്താണ് ഒരു രക്ഷിതാവിൻ്റെ വിജയം. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞു ഞാൻ റോൾ മോഡലാവണമെന്ന്. ഒരു രക്ഷിതാവ് സ്ഥിരം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതാണ്, വാട്സാപ്പിൽ ഒരുപാട് സമയം ചെലവഴിക്കുന്നതാണ് ഒരു കുഞ്ഞു കുട്ടി കാണുന്നതെങ്കിൽ രക്ഷിതാവിന് അതേ പാതം പിന്തുടരാനല്ലേ ആ കുട്ടിയെ ശ്രമിക്കുകയുള്ളൂ. നമ്മൾ റോൾ മോഡലായിരിക്കുക. ഒരു കുട്ടി ഇതിന് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പ്രേക്ഷകർക്ക് മനസ്സിലാവാനും പറയാൻ പറ്റുന്നത്, നമ്മൾ എങ്ങനെ നമ്മുടെ മക്കൾ ആയിത്തീരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ ആയിത്തീരാൻ നമ്മൾ ശ്രമിക്കുക. നമുക്ക് തിരിച്ച് അങ്ങോട്ട് ആ രീതിയിൽ പെരുമാറാനുള്ള ഒരു ശ്രമം, നിരന്തര ശ്രമം ഓരോ രക്ഷിതാവിനും നിന്നും ഉണ്ടായിരിക്കണം. വളരെ നല്ല കാര്യം തന്നെയാണ് ടീച്ചർ ഇപ്പോൾ ഞങ്ങളോട് പങ്കുവച്ചത്. ഇതുകൂടാതെ നാഷണൽ പ്രൊജക്റ്റ് എന്തോ താങ്കൾ ഏറ്റെടുത്ത് നടത്തും അങ്ങനെ കേട്ടിട്ടുണ്ട്. എന്താണ് അതിനെപ്പറ്റി 2 വാക്ക്? യെസ്, കാരണം ഇന്ന് അത് ഏറെ ആനുകൂലികമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. കാരണം നമ്മുടെ ഭാരതത്തിൽ JCI ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ എന്ന JCI ഇന്ത്യയുടെ ഈ വർഷത്തെ അല്ല വരുന്ന 3 വർഷങ്ങളിലേക്കുള്ള ഒരു സസ്റ്റൈനബിൾ റിസൾട്ട് നൽകുന്ന ഒരു പ്രൊജക്റ്റാണ് 9 പ്രയാസ് പ്രൊജക്റ്റ്. 9 പ്രയാസ് പ്രൊജക്റ്റ്. ഈ 9 പ്രയാസ് പ്രൊജക്റ്റ് കൊണ്ട് ലക്ഷ്യമിടുന്നത് നമ്മുടെ ഭാരതത്തിൽ, നമ്മുടെ ചിലപ്പോൾ ഈ കേരളത്തിലൊക്കെ അത് ചിലപ്പം നല്ല മെൻസ്ട്രേഷൻ ഹൈജീനൊക്കെ കീപ്പപ്പ് ചെയ്യുന്ന ഒരു ആളുകളാവാം ഇവിടെയുള്ളത്. പക്ഷേ നോർത്ത് ഇന്ത്യയിലും ഈ ഭാരതം മുഴുവൻ എടുക്കുമ്പോൾ JCI ഇന്ത്യ, ഈ ഭാരതം ഇന്ത്യ മുഴുവനാണ് ആലോചിക്കുന്നത്. ആ ഇന്ത്യ മുഴുവനുള്ള ഈ ഒരു മെനാർക്കി തൊട്ട് മെനാപ്പോസ് വരെയുള്ള വളർന്നു വരുന്ന പെൺകുട്ടികൾ തൊട്ട് ഇന്നത്തെ മുഴുവൻ സ്ത്രീകളും ഈ മെൻസ്ട്രേഷൻ സമയത്ത് എങ്ങനെ അവരുടെ മെൻസ്ട്രൽ ഹൈജീൻ കാത്ത് സംരക്ഷിക്കണം. കാരണം നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ തലമുറ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഇൻഫെർട്ടിലിറ്റി. അത് ഈ മെൻസ്ട്രൽ പീരീഡിലുള്ള ആ ഒരു മെൻസ്ട്രൽ ഹൈജീൻ്റെ ശുചിത്വക്കുറവുകൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിനെയൊക്കെ വളരെ ശക്തിയായി ഊന്നൽ നൽകിയാണ് ഇത്തരമൊരു 3 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സസ്റ്റൈനബിൾ ഇമ്പാക്റ്റ് സൊസൈറ്റിയിൽ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചാണ് ഈ 9 പ്രയാസ് പ്രൊജക്റ്റ്. നമ്മുടെ സോൺ 19 കണ്ണൂർ, കാസർഗോഡ്, വയനാട്, മാഹി ഈ ഏരിയ ഉൾപ്പെടുന്നതാണ് നമ്മുടെ JCI ഇന്ത്യയിലെ സോൺ 19. ആ JCI സോൺ 19ൻ്റെ JCI 9 പ്രയാസ് പ്രൊജക്റ്റിൻ്റെ നാഷണൽ കോർഡിനേറ്ററാണ് ഞാൻ ഈ വർഷം. മിക്കവാറും കൗൺസിലിങ്ങിനായി ഞങ്ങളുടെ മുന്നിൽ ആളുകൾ വരുമ്പോൾ കുട്ടികൾക്ക് ആങ്സൈറ്റി എന്ന് പറഞ്ഞാണ് രക്ഷിതാക്കൾ വരുന്നത്. പക്ഷെ അവരുമായി സംവദിച്ച് നോക്കുമ്പോഴാണ്, അവരുമായി സംസാരിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക കുട്ടികൾക്കല്ല രക്ഷിതാവിനാണ് നിർബന്ധമായും കൗൺസിലിംഗ് കൊടുക്കേണ്ടതെന്ന്. കാരണം നമ്മുടെ രക്ഷിതാക്കൾ തീർച്ചയായും രക്ഷിതാവിൻ്റെ ആങ്സൈറ്റി ഒരു അല്പം അത് മാനേജ് ചെയ്ത് അവർ കോൺഫിഡൻ്റായി കുട്ടിയുടെ മുന്നിൽ ഇരിക്കുക എന്ന് നമുക്ക് രക്ഷിതാവിന് സെൽഫായി ആങ്സൈറ്റിയെ ആ ഒരു മാനേജ്മെൻറ്റ് തീർച്ചയായും ശീലിക്കേണ്ടതുണ്ട്. അവരുടെ സെലിബ്രേഷനെ പറ്റി കാരണം നമുക്കറിയാം നമ്മുടെ കുടുംബത്തിൽ ചിലപ്പം ഒരു ഫുൾ A+ വാങ്ങണമെന്ന് ആഗ്രഹിച്ച ഒരു രക്ഷിതാവ്, സപ്പോസ് ഒരു A+ ചിലപ്പോൾ അവർക്ക് കുറഞ്ഞു എന്ന് വരാം. പക്ഷേ ഒരു A+ കുറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി വാതിലടിച്ച് മുറിക്കകത്തിരുന്ന് രക്ഷിതാവും വളരെ ഗ്ലൂമി ആയിരുന്ന് നമുക്ക് കാണുന്നുണ്ടല്ലോ, നമ്മുടെ ചുറ്റും കാണുന്നത് അത്തരത്തിലുള്ള അവസ്ഥകളാണ്. കിട്ടിയതിനല്ല കിട്ടാത്തതിനാ നീ എന്തുകൊണ്ടില്ല എന്ന ചോദ്യങ്ങൾക്ക് യെസ് അതിനു പകരം നമുക്ക് കിട്ടിയ അത് ചെറുതായാലും വലുതായാലും ചെറിയ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക, അത് കുടുംബത്തിൽ ആഘോഷിക്കുക, അത് കുട്ടി അവൻ്റെ ജീവിതത്തിലും പകർത്തും. ആ ഒരു ചെറിയ ആഘോഷങ്ങളാണ് വരുന്ന പിൽക്കാലത്ത് അവൻ്റെ ജീവിതം വലുതാകുമ്പോൾ വലിയ വലിയ വിജയങ്ങളിലേക്ക് അവനെ നയിക്കുന്നത്. എങ്ങനെ നല്ലൊരു രക്ഷിതാവാം എന്നതിനെപ്പറ്റി നമുക്ക് ഇത്ര നേരവും സീന ടീച്ചർ വിശദീകരിച്ച് പറഞ്ഞു തന്നു. ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്ന ടീച്ചർക്ക് നന്ദി.
മറ്റൊരു വിഷയവുമായി വീണ്ടും വരുന്നതുവരെ നന്ദി, നമസ്കാരം.